നമ്മുടെ വീഡിയോ വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യാം, അമിതവണ്ണം ആയവർക്കും പെട്ടെന്ന് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. അതും ഒരുപാട് പേർക്ക് പറ്റാത്തൊരു കാര്യമാണ് ഡയറ്റിങ്. അപ്പോൾ ഡയറ്റിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു മീഡിയം ടൈപ്പ് വെയിറ്റാണ് കേട്ടോ. ഓവർ വെയിറ്റും അല്ല, എന്നാൽ നല്ല വെയിറ്റ് കുറഞ്ഞ ഒരാളും അല്ല. അപ്പോൾ എനിക്ക് ഈ +1 +2 കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 45 kg ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ഡിഗ്രിയൊക്കെ ആയ സമയത്ത് ഞാൻ 38, 40 ആ ഒരു വെയിറ്റിലോട്ട് വന്നായിരുന്നു. അതിനുള്ള കാരണമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അത് ഒന്നാമത്തെ കാര്യം. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് എല്ലാവരും മുടങ്ങാതെ കഴിക്കണം. ഇപ്പം ഡയറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഇപ്പം 3 ഇഡ്ഡലി വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് കുറയ്ക്കുക. എങ്ങനെയാക്കണം? 2 ഇഡ്ഡലി ആക്കണം. അപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പിന്നെ വിശപ്പ് തോന്നുമായിരിക്കും നമ്മൾ പെട്ടെന്ന് 2 ഇഡ്ഡലിയൊക്കെ ആക്കുന്ന സമയത്ത്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ 2 ഇഡ്ഡലി എന്നുള്ളത് 1 ഇഡ്ഡലി ആക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒരെണ്ണമായിരുന്നാലും കഴിക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മാക്സിമം അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊന്നും കഴിക്കാതിരിക്കുക. വെള്ളം നമ്മൾ അത്യാവശ്യം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്തും നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഫുഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് എടുക്കണം കുറഞ്ഞു പോകുമെന്ന് തോന്നും. അതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഫുഡ് എടുക്കാവും. കുഞ്ഞു പാത്രത്തിൽ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം എടുക്കുന്ന 2 തവി ചോറാണെങ്കിൽ അത് 1 തവി ചോറാക്കണം. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് നമ്മളെ വെയിറ്റ് കുറയ്ക്കാം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. അതിന് പകരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ എന്താണ് 1 തവിയാക്കുക. ഒരു 7 മണിക്കകത്ത് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ കഴിക്കുന്നത് ഇപ്പം രാത്രി ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചോറ് തന്നെ കഴിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. കറികൾ നമ്മൾ കൂട്ടി ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അല്ലാതെ ചപ്പാത്തിയോ അങ്ങനെ ഗോതമ്പിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നവരോ അങ്ങനെ കഴിക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫുഡ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യമില്ല, ഫുഡ് കഴിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഫുഡൊക്കെ കണ്ടാൽ ഞാൻ വലിച്ചുവാരി കഴിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതാണ് നമ്മൾ മാക്സിമം ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല. രാത്രിയിൽ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ 7 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്ക് എടുക്കുന്നവരും ക്വാണ്ടിറ്റി കുറച്ചു. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ കട്ട് ചെയ്യുക. പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയുക. ഷുഗർ യൂസ് ചെയ്യണത് പൊണ്ണത്തടി ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. കണ്ടിന്യൂസായിട്ട് ഷുഗർ കട്ട് ചെയ്ത് ശ്രമിച്ച് നോക്കിയാൽ നമുക്ക് പിന്നെ ഷുഗർ വേണ്ട. പിന്നെ നമ്മൾ ഷുഗർ ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കട്ടൻ ചായ കുടിക്കുന്നതിലൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ കട്ടൻ ചായയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് കട്ടൻ ചായ യൂസ് ചെയ്താൽ കറുക്കുമെന്ന്. ഞാൻ ഓൾറെഡി കറുപ്പായതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. കട്ടൻ ചായ യൂസ് ചെയ്താൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. പിന്നെ ചായ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ചായ നമ്മൾ കൊളസ്ട്രോളൊക്കെ കൂട്ടുന്നൊരു ഐറ്റമാണ്. അപ്പം ചായ എന്തായാലും ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും പോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് വലിച്ചു വാരി കഴിക്കാതിരിക്കുക. സമയമെടുത്ത് പയ്യെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ലോസിന്. പിന്നെ നമ്മൾ വലിച്ചു വാരി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറാത്തതുപോലെ തോന്നും. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളെ തലച്ചോറിലോട്ട് നമുക്ക് വിശപ്പ് മാറിയെന്ന് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പയ്യെ സാവധാനത്തിൽ ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഫുഡ് മതിയായി എന്നുള്ള ഇൻഫർമേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ഡൈജഷൻ ചവച്ചരച്ച് കഴിക്കുന്നത് ബെറ്റർ. അപ്പോൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ഷുഗർ കട്ട് ചെയ്യുകയും ചായ കട്ട് ചെയ്യുകയും പിന്നെ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ എന്ത് ചെയ്യുക, ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് ഫുഡ് നന്നായിട്ട് ചവച്ചരച്ച് പതിയെ കഴിക്കുക. പിന്നെ 7 മണിക്ക് മുമ്പ് ഫുഡ് രാത്രി കഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ നല്ല വെയിറ്റ് ലോസ് എന്തായാലും ഉറപ്പായിട്ട് ഒരു മാസത്തിനകത്ത് ഉണ്ടായിരിക്കും. 1 മാസം കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർത്താൻ പാടില്ല.
പിന്നെയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ കുടൽ ചുരുങ്ങും, നിങ്ങളുടെ ആഹാരം നിങ്ങൾക്ക് കുറച്ച് മതിയാകും ആ സമയത്ത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പതിയെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വെയിറ്റ് ലോസ് ആയിക്കൊണ്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ചേച്ചാ